കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നതിൽ അതൃപ്തിയും അമർഷവും പ്രകടിപ്പിച്ച് മുസ്ലിം ലീഗ്. പട്ടിക വിവാദമാക്കുന്നത് ദോഷം ചെയ്യുമെന്നും ലീഗിന്റെ മുന്നറിയിപ്പ്. ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുന്നുണ്ട്. ശരത്, വിശദാംശങ്ങൾ. വളരെ വലിയ ഒരു വാർത്ത തന്നെയാണ്. കാരണം പട്ടിക വിവാദം നീണ്ടുപോകുന്നു. കെ സുധാകരന് സീറ്റുണ്ടോ സീറ്റില്ല വിവാദം നീണ്ടുപോകുന്നു. ഈ വിവാദങ്ങളൊക്കെ തന്നെ അത് UDF-നെയാണ് ബാധിക്കുന്നത്. പ്രത്യേകിച്ചും ലീഗിനെ ബാധിക്കും. മലബാർ മേഖലയിൽ ഇത് വളരെ ശക്തമായ രീതിയിൽ മലബാർ മേഖലയിൽ ബാധിക്കുമെന്ന ഒരു ആശങ്കയിലാണ് ലീഗ്. 2 തവണ KC വേണുഗോപാലിനെ കുഞ്ഞാലിക്കുട്ടി വിളിച്ച ഇത് സംബന്ധിച്ച് സംസാരിച്ചു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ET മുഹമ്മദ് ബഷീറും ഇതിലെ ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. ഏതായാലും ലീഗ് നേതാക്കൾ വളരെ വലിയ ആശങ്കയിലാണ്. ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നില്ല. അതുമാത്രമല്ല, എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ സമയത്താണ് കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥി പട്ടികയും വിവാദങ്ങളും ഒക്കെ വരുന്നത്. ഇത് കോൺഗ്രസിന് കിട്ടിയ മേൽക്കൈമ, തദ്ദേശ തെരഞ്ഞെടുപ്പിലും മറ്റൊന്ന് UDF-ന് കിട്ടിയ മേൽക്കൈമ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നൊരു ഭയമാണ്, അല്ലെ ഒരു ആശങ്കയാണ് ലീഗ് നേതൃത്വം പ്രകടിപ്പിച്ചത്. ഏതായാലും KC വേണുഗോപാലിന്റെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയോടും ഇക്കാര്യം പറയും, അല്ലെ ലീഗ് അടുത്ത ഘട്ടം എന്ന നിലയിൽ ലീഗ് രാഹുൽ ഗാന്ധിയോട് ഇടപെടാൻ ആവശ്യപ്പെടും എന്ന രീതിയിലുള്ള ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ലീഗിനെ സംബന്ധിച്ചോളം കോൺഗ്രസിന്റെ പട്ടിക ആ പാർട്ടിയേതാണ്, അത് പ്രസിദ്ധീകരിക്കുക ആ പാർട്ടി. പക്ഷേ UDF-ലേക്ക് വരുമ്പോൾ കോൺഗ്രസിന്റെ പട്ടിക ഉണ്ടാക്കുന്ന വിവാദം അത് ലീഗിനെ കൂടി ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ പട്ടിക പ്രസിദ്ധീകരിക്കണം, കെ സുധാകരന്റെ വിവാദത്തിൽ തീരുമാനമെടുക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീറും അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് വ്യക്തമാക്കിയത്. ഏതായാലും ഇക്കാര്യത്തിൽ ലീഗിനുള്ള ആശങ്ക വളരെ വലുതാണ്. കാരണം ലീഗ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, അവിടെ ഉണ്ടായിരുന്ന അവസരങ്ങൾ ലീഗ് എത്രയും പെട്ടെന്ന് പരിഹരിച്ചു. എന്നാൽ കോൺഗ്രസ് ആവട്ടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്നില്ല. അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അവസാന ഘട്ടത്തിലേക്ക് പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുകയാണെങ്കിൽ അത് മൊത്തം UDF-ന്റെ ഭരണം എന്ന സ്വപ്നത്തിന് തിരിച്ചടിയാം. മുസ്ലിം ലീഗാണ് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച നൽകി ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണ്ട, കൂടുതൽ സീറ്റ് വേണ്ട തുടങ്ങിയ എല്ലാവിധ വിട്ടുവീഴ്ചകളും നൽകി 2 സീറ്റുകൾ വിട്ടുകൊടുത്തു തുടങ്ങിയ പരസ്പരം മാറാൻ തയ്യാറായി തുടങ്ങിയ എല്ലാ വിട്ടുവീഴ്ചകളും നടത്തിയിട്ടും കോൺഗ്രസ് ഈ അവസാന ഘട്ടത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കി UDF-ന്റെ പ്രതിച്ഛായക്കിനെ മങ്ങലേൽപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നൊരു ഭയമാണ് ലീഗിനുള്ളത്. അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് 2:30 മണി വരെ ലീഗ് കാത്തിരുന്നത്. 2:30 മണിക്ക് ശേഷമാണ് ലീഗ് ഇത് സംബന്ധിച്ച് തങ്ങളുടെ അമർഷം KC വേണുഗോപാലിനെ നേരിട്ട് അറിയിച്ചത്. ഏതായാലും എത്രയും പെട്ടെന്ന് പട്ടിക പ്രസിദ്ധീകരിക്കണം. അതുമാത്രമല്ല, അത് സംബന്ധിച്ച വിവാദങ്ങൾ എത്രയും വേണ്ടി തീർപ്പാകണം. കെ സുധാകരന്റെ പേരെടുത്തു പറയാതെയാണ് ഇക്കാര്യം പറഞ്ഞതെന്ന് വളരെ ശ്രദ്ധാപൂർവം നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരും. കെ സുധാകരന് പിന്തുണയോ അല്ലെ കെ സുധാകരന്റെ എതിർപ്പോ പ്രകടിപ്പിക്കാതെ, കെ സുധാകരന് പിന്തുണ നൽകാതെ, അല്ലെ കെ സുധാകരനെ തള്ളിപ്പറയാതെ ഒരു നിലപാട് ലീഗ് എടുത്തിരിക്കുന്നത്, നയപരമായ നിലപാടെടുത്തിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി ആർക്ക് സീറ്റ് കൊടുക്കണം എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനമാണ്. അതിൽ തങ്ങൾ ഇടപെടുന്ന പ്രശ്നമില്ല. പക്ഷേ അതൊരു വിവാദമായി കാര്യങ്ങളിലേക്ക് UDF-നെ മൊത്തത്തിൽ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ വിവാദം വളർന്നാൽ അത് ലീഗിനെ അതിലുള്ള അമർഷവും ആശങ്കയാണ് പ്രകടിപ്പിച്ചെന്ന ലീഗ് വൃത്തങ്ങൾ പറയുന്നത്. ഏതായാലും കുഞ്ഞാലിക്കുട്ടിയും KC വേണുഗോപാലും ഇക്കാര്യത്തിൽ 2 തവണ സംസാരിച്ചിട്ടുണ്ട് ടെലിഫോണിലൂടെ. ഏതായാലും ET മുഹമ്മദ് ബഷീറും സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ ലീഗിലുള്ള ആശങ്കയും അമർഷവും അതുപോലെ അതൃപ്തിയും ഒക്കെ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുമ്പിൽ വെച്ചിട്ടുണ്ട്. കാരണം എത്രയും പെട്ടെന്ന് സീറ്റ് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകേണ്ട കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിക്കുന്നതുകൊണ്ടാണ് ലീഗിന്റെ പ്രഖ്യാപനവും നീണ്ടുപോയതെന്ന ഒരു പരാതിയും നേരത്തെ തന്നെ ലീഗ് ഉന്നയിച്ചതാണ്. ഏതായാലും കോൺഗ്രസ് പട്ടിക എത്രയും പെട്ടെന്ന് പുറത്ത് വിടണമെന്നൊരാവശ്യമാണ്, സമ്മർദ്ദമാണ് ഇപ്പോൾ ലീഗ് ചെലുത്തിയിരിക്കുന്നത്. മലബാർ മേഖലയിൽ ലീഗിന് ലഭിക്കേണ്ട വോട്ടിനെ ഇത് ബാധിക്കുമെന്നാണോ മുസ്ലിം ലീഗിന്റെ അതൃപ്തിക്ക് കാരണം, ശരത്? അതെ, മലബാർ മേഖലയിലും ലീഗിന് ഇപ്പോൾ ഉദാഹരണമായിട്ട് വേങ്ങരയിലാണെങ്കിൽ വേങ്ങരയിൽ കുഞ്ഞാലിക്കുട്ടി മാറി KM ഷാജി വരുന്നു. പല സ്ഥലങ്ങളിലും മലബാർ മേഖലയിൽ ഭരണത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാര്യങ്ങളിലേക്ക് മുന്നിട്ട് നിന്നു. മലപ്പുറം ജില്ല മുഴുവൻ ഒറ്റ സീറ്റില്ലാതെ UDF-ന് ലഭിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. തവനൂരിൽ കോൺഗ്രസിന്റെ പ്രധാന സ്ഥാനാർത്ഥി വരുന്നു. അക്കാര്യങ്ങളിലൊക്കെ ഇത്തരമൊരു കാര്യങ്ങളിലൊക്കെ അത് തവനൂരിലെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന് പോലും പ്രിയപ്പെട്ട DCC പ്രസിഡന്റാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ വോട്ട് പോലും കിട്ടി
ജലീലിനെ പരാജയപ്പെടുത്താൻ കഴിയും. ഇത്രയും ഈ കാര്യങ്ങളിലൊക്കെ ചെയ്ത മലപ്പുറം ജില്ലയിലെ മുഴുവൻ സീറ്റുകളും പിരിച്ചുപിടിക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ഇടക്കാണ് ഇത്തരമൊരു വിവാദങ്ങൾ വന്നത്, സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച വിവാദങ്ങൾ വന്നത്. അതാണ് ലീഗിനെ ആശങ്കപ്പെടുത്തുന്നത്. കാരണം മലബാർ മേഖലയിൽ ഇപ്പൊ കാസർഗോഡ് സംബന്ധിച്ചോളം ലീഗിന് വളരെ വലിയ ബേസ് ഉള്ള അല്ലെങ്കിൽ സ്വാധീനമുള്ള സ്ഥലമാണ്. അവിടെയാണ് ഉദുമയിലും അതേപോലെ തൃക്കരിപ്പൂരിലും വിവാദങ്ങൾ ഉരുണ്ടുകൂടുന്നത്. ഡൽഹിയിൽ നിന്നും ശരത് ലാലാണ് വിവരങ്ങൾ നൽകിയത്.